അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത്. ഞാൻ ഷോർട്സ് മാത്രമാണ് കൂടുതലായിട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല, കുറേ റീസൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് കുറച്ച് ഷോർട്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും അല്ലേ. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാത്ത ആൾക്കാർ ഒന്നുമില്ല. അപ്പം എന്താണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എൻ്റെ ലൈഫിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വന്ന സമയത്ത് എന്തൊക്കെ രീതിയിലാണ് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെലിവറി എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായ ഒരു സംഭവമാണ്. സുഖപ്രസവം ആയാലും സിസേറിയൻ ആയാലും ദുരിതപൂർണമാണ്. എല്ലാവരും പറയും സുഖപ്രസവം ആണ്, ഒരു അമ്മയാവുന്നു, ഒരു കുട്ടീനെ കിട്ടുമെന്നും എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ ഉണ്ടായ നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത്. കാരണം നമ്മൾ എല്ലാ മസിൽസും കാര്യങ്ങളും ഒക്കെ അതിന് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് പോലും നമുക്ക് ചില സമയത്ത് അത് ഡിക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഭൂരിഭാഗം സ്ത്രീകൾക്കും മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് അവർ റേഷ്യോ അനുസരിച്ച് നോക്കുമ്പം സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കൂടുതലാണ്. ഏതൊരു സ്ത്രീക്കാണെങ്കിലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ട്. 90% സ്ത്രീകൾ അത് ഓവർകം ചെയ്ത് റെഡി ആയി വരും. 10% മെഡിസിൻ കഴിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10% കൂടി ഇതിനെക്കാട്ടും കൂടുതലായിരിക്കും മെഡിസിൻ കഴിക്കുന്ന സ്ത്രീകളുള്ളത്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ഫാമിലി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പിന്നെയും കൂടുതൽ ഭർത്താക്കന്മാർക്കായാലും മറ്റുള്ള റിലേറ്റീവ്സിലായും കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ ഭാര്യയ്ക്ക്, ഭർത്താവ് കൂടെയുള്ള സമയമാണ് ഡെലിവറി വരുന്നത്, നല്ലോണം ശ്രദ്ധിക്കുക. തൻ്റെ ഭാര്യയ്ക്ക് ഡിപ്രഷൻസ് ഉണ്ടോ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അവൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്ന 2 ആൾക്കാരാണ്. ഒന്ന് ഉമ്മ, ഒന്ന് ഭർത്താവ്. ഉപ്പക്ക് മനസ്സിലാവില്ല എന്നല്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പം തൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ കുട്ടിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, തൻ്റെ കുട്ടിയെന്ന് ഉദ്ദേശിക്കുന്ന ഉമ്മമാരോടാണ്. അതായത് ഇപ്പം എൻ്റെ ഉമ്മാനോട് ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നെക്കാട്ടിയും ആൾക്കെല്ലാം അറിയുന്നത് കൊണ്ട് ഞാൻ അതിൽ ഭയങ്കര ലക്കിയാണ് എൻ്റെ ഉമ്മാനെ കിട്ടിയതിൽ. അപ്പോൾ നമ്മൾ കം ടു ദ പോയിന്റ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉള്ള സമയത്ത് നമുക്ക് വല്ലാത്ത രീതിയിലെ സിംറ്റംസ് ഉണ്ടാവും. സ്വമേധയെ കരയുക, സ്വമേധയെ ചിരിക്കുക, പിന്നെ നമ്മൾ രണ്ടായി കാണുക, പിന്നെ എന്നോട് ആർക്കും സ്നേഹമില്ലാന്ന് തോന്നുക, എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക. അങ്ങനെ പല സിംറ്റംസും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉണ്ടാവും. അപ്പം എനിക്കുണ്ടായ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാനൊന്നും ഞാനില്ല. എനിക്കുണ്ടായതെന്ന് വെച്ചാൽ പ്രഗ്നൻസി പീരീഡ് തന്നെ എനിക്ക് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തനിയെ കരയുക, നല്ല സന്തോഷത്തോടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കരയും. അത് പ്രസവം കഴിഞ്ഞ ശേഷം ഞാൻ പെട്ടെന്ന് പേടിച്ചു. എല്ലാം ഇതിൻ്റെ കാരണം ഒരു സ്ത്രീയെ പ്രസവത്തിനായിട്ട് ലാബ് റൂമിൽ കയറ്റുന്ന മുതൽ ആ സ്ത്രീ പ്രസവിച്ചിറങ്ങുന്ന സമയം വരെയുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇപ്പോഴും നമ്മളെ നാട്ടിൽ പ്രോപ്പറായ രീതിയിൽ ആ ഒരു ലാബർ റൂം ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ശരിയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കുറവാണ്. പക്ഷെ എന്നാൽ നമുക്ക് മെൻ്റൽ സപ്പോർട്ട് കൂട്ടാൻ വേണ്ടി പല കാര്യങ്ങൾക്കും ചെയ്യാം. ഓൾറെഡി നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും സൈക്കോളജി പഠിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ കൂടുതൽ സപ്പോർട്ടീവ് ആക്കാൻ ശ്രമിക്കുക. ഓവർലോഡഡ് പണി കൊടുത്തിട്ട് പിന്നെ ഒരു 3 സിസ്റ്റേഴ്സും ഒരു 25 ലേബർ പെയിനില്ല സ്ത്രീകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു നഴ്സുമാർക്ക് പറ്റൂല, മാനേജേഴ്സും അവർക്ക് സ്ട്രെസ് ആവും. എനിക്കറിയാം അവൈലബിൾ ആയിട്ടുള്ള, അതായത് നമുക്കൊരു ഹോസ്പിറ്റലിൽ വേണ്ട
രീതിയിൽ സ്റ്റാഫിനെ അപ്പോയിൻ്റ് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും എന്നിട്ട് ആ ഒരു ബിറ്റ്വീൻ ഇല്ല, അതായത് പ്രസവിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ലേബർ റൂം മുതൽ ആ കുട്ടിയുടെ ജനനം വരെയുള്ള ആ ഒരു സമയം നല്ലോണം ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം കുറച്ചും കൂടി കുറക്കാം. എനിക്കുണ്ടായ അതേ അനുഭവമാണ് എൻ്റെ കസിനുള്ളത്. കാരണം ലേബർ റൂം, പിന്നെ സിസേറിയൻ ഓപ്പറേഷൻ തിയേറ്റർ, ഇതൊക്കെ നമുക്ക് പേടിയാണ്. കാരണം അത് കഴിഞ്ഞ ശേഷം നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ദിയാകൃഷ്ണൻ്റെ പ്രസവം കണ്ടു. പ്രൗഡ്, കാരണം അവർക്ക് അതിൻ്റെ സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് ആ രീതിയിൽ അവർ ചെയ്തു. സാമ്പത്തികം ഇല്ലാത്ത ആൾ ഇങ്ങനെ ചെയ്യേണ്ടാന്ന് ആ രീതിയിൽ വേണ്ട, പക്ഷെ നല്ല രീതിയിൽ സപ്പോർട്ടോട് കൂടി ഒരു പ്രസവത്തെ മാറ്റി നിർത്തിയെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പേടി കുറച്ച് കുറയട്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ ലേബർ റൂം കയറ്റി, പിന്നെ വൈകുന്നേരം 6 മണിക്ക് പെട്ടെന്ന് പറയുന്നത് സിസേറിയനാണ്. അപ്പോൾ ഒരു സിസേറിയൻ ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞ് മനസ്സിലാക്കും, സിസേറിയാണ്, ടെൻഷൻ അടിക്കേണ്ട, പിന്നെ കുട്ടിക്ക് ഹാർട്ട് റേറ്റ് കുറവാണെന്ന് എനിക്കറിയാം, പക്ഷെ ആ ഒരു വിവരം എനിക്കില്ല. എന്താണ് സിസേറിയൻ ചെയ്യാൻ പോകുന്നത് എന്നോട് പറയുന്നില്ല. പെട്ടെന്നുണ്ട് ഇതൊക്കെ ഇട്ട് പെട്ടെന്ന് എന്നോട് സി സെക്ഷനിൽ കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, അറിയില്ല എനിക്ക് എന്താണെന്ന്. സോ ഇനി അങ്ങനത്തെ ഒരു ഈ വീഡിയോസ് ഡോക്ടേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആണെങ്കിലും കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞറിയിക്കുക. പുറത്തുള്ളവരെ അറിയിക്കുന്നത് പോലെ ഉള്ളിലില്ല പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്കും നിങ്ങൾ നോളജ് കൊടുക്കുക, അവരെ വെൽ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ ആയാലും ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഓൾറെഡി വരാൻ ചാൻസ് ഇല്ലവർക്ക് ഈ ഒരു പ്രശ്നം കൂടി കൊടുത്തിട്ട് ഓവർലോഡ് ആക്കരുത്. അപ്പോൾ വളരെ പ്രശ്നമാണ് സത്യത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അത് പിന്നീട് അത് ഹീൽ ചെയ്തിട്ട് വരേണ്ടത് എങ്ങനെയാണ്, നമ്മളെ കുട്ടിയുടെ ചിരിയും കളിയും ഒക്കെ കണ്ട് അവരെ ഒരു ഹാപ്പിനെസ്, അവർ പാല് വലിച്ചു കുടിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓവർകം ചെയ്ത് വരേണ്ടത്. പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അതും ഇല്ലായിരുന്നു. കാരണം എൻ്റെ മോള് 40 ദിവസമായിരുന്നു പാല് കുടിക്കാൻ. അപ്പോൾ ആ ഒരു പ്രശ്നം നേരിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഞാൻ പേടിച്ചു പ്രസവത്തിൽ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് എൻ്റെ പോസ്റ്റ്മോർട്ടം പീക്ക് ലെവലിലേക്ക് എത്തി. ഉറക്കില്ല, ഉറക്കത്തിൽ കരയുക, അങ്ങനെ പല പ്രശ്നങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ നിങ്ങളെ സിസ്റ്റേഴ്സിനോ നിങ്ങളെ ഭാര്യക്കോ നിങ്ങളെ മകൾക്കോ ആർക്കും ആവട്ടെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. സോ നല്ല സപ്പോർട്ടീവായിട്ട് എടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കൂടുതൽ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലല്ലേ. സൈനിങ് ഓഫ് ഷഹബിൻ. ബൈ.